ചില സുഹൃത്തുക്കളുടെ കമൻറ്റുകൾ നമുക്കങ്ങനെ സമാധാനം സന്തോഷമൊന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ രുചികരമായ ഒരു ലൈഫ് ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഞാൻ പഴയ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അവർക്ക് ഇത്രമാത്രം ആ ദാമ്പത്യത്തിൻ്റെ രുചി അവരെങ്ങനെ ആസ്വദിക്കാൻ സാധിച്ചു എന്ന് അത്ഭുതത്തോടെ ചിന്തിച്ചു പോകാറുണ്ട്. അവിടെ പലപ്പോഴും പല ആളുകളും മരിക്കുന്ന സമയത്ത് പോലും പറയുന്നത് നീ വേറെ വിവാഹം ചെയ്യരുത്, കാരണം പരലോകത്ത് നമുക്ക് ഒന്നിക്കണം എന്ന രീതിയിലുള്ള സംസാരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ചില വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് എൻ്റെ ഭാര്യയുടെ ശക്തമായ പിന്തുണയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് സാധിക്കും. അതുപോലെ 20 വർഷത്തോളമായിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല രാത്രി എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അതായത് അവർ ഇങ്ങനെ പുസ്തകങ്ങൾ മറിച്ച് വായിക്കുകയായിരിക്കും, അവരുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയായിരിക്കും ഭാര്യ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വായിക്കുമ്പോൾ. അപ്പോൾ നമുക്കെന്തുകൊണ്ട് ഈ ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഇതൊന്നും ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യൻ തൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. കൊടുക്കുക വാങ്ങുക എന്നൊരു പോളിസിയിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങോട്ട് സ്നേഹവും കാരുണ്യവും കരുതലും നല്ല നല്ല കമൻറ്റുകളും നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയും അതിന് സമാനമായി ഇങ്ങോട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങൾ അങ്ങോട്ട് അവരുടെ എപ്പെങ്കിലും ഒരു രണ്ട് തമാശകൾ പറഞ്ഞു കാഴ്ചക്കാർക്ക്, അപ്പോൾ അവരും ചെറിയ ചെറിയ തമാശകൾ ഇങ്ങോട്ട് പറയും. നിങ്ങൾ ഗൗരവക്കാരനായി നിന്ന് ചില കുട്ടികളൊക്കെ വീട്ടിൻ്റെ പുറത്ത് കളിക്കുന്ന കുട്ടികളെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പിതാക്കൾ വരുന്ന സമയത്ത് അവർ പൂർണ്ണ നിശ്ശബ്ദരാവുകയും വീട്ടിൻ്റെ അകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നവരാകുമ്പോൾ, അല്ലെങ്കിൽ ചില ഭാര്യമാർ പേടിപ്പിക്കാറുണ്ട് മക്കളെ, ഇപ്പോൾ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ബോഡി ലാംഗ്വേജ് പരമായിട്ടാണ് ആ കുട്ടികളെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ പിതാവിൻ്റെ കൂടെ ഉണ്ടാകുന്ന കുട്ടികളെ അവരുടെ കൈകൾ പോലും ചലിക്കാതെ നിശബ്ദമായ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കുട്ടികൾ സാധാരണ കൈ ചലിക്കാതിരിക്കും നിങ്ങൾ കാണാറുണ്ട്, ഒരിക്കലും നമുക്ക് കാണില്ല. അവരെപ്പോഴും ആക്റ്റീവായിരിക്കും കുട്ടികൾ. പക്ഷേ തന്നെ പേടിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികളാണെങ്കിൽ, അവരെ കണ്ടാൽ തന്നെ പേടിയാണ്, ഭയങ്കര പേടിച്ച് ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം, ഈ പിന്നെ തൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പെൺകുട്ടിയെ മോശമായി പെരുമാറുന്ന ഒരു കംപ്ലൈൻ്റൊക്കെ നൽകി കുട്ടി. അപ്പോൾ ഇവിടെ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പല ആളുകളും പല കമൻറ്റ്, നമുക്കറിയാം നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായ കമൻറ്റുകൾ വരും. ആൾക്കാർ ഭയങ്കരമായിട്ട് പറയാമെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഞാൻ പലപ്പോഴും കാണുന്ന എനിക്കറിയുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതൊരിക്കലും ചാൻസ് ഇല്ലാത്ത സംഭവമാണ്. നമ്മൾ പലപ്പോഴും അവരെ ഒന്നിച്ച് കാണാറുണ്ട്, പലപ്പോഴും നമ്മൾ ആ വീടുകൾ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആ ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ആ ഒരു പേടിക്കുന്ന അല്ലെങ്കിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകും. അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് പത്രങ്ങളിൽ പോലും വന്നു അദ്ദേഹം നിരപരാധിയാണ്, മാധ്യമങ്ങളിലും റിപ്പോർട്ടുകളിലും ചാനലുകളിലൊക്കെ വന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം അങ്ങനെ ഒരു ഇത്. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് കുട്ടികൾ ഭയക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, ഭാര്യമാർ ഭയക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, അവർക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകണം. കയറി ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷം ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ തളർന്നിരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നത് എത്രമാത്രം, നമ്മൾ തീരെ ക്ഷീണിച്ച് അവശനായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടി എത്രമാത്രം സന്തോഷം നമുക്കുണ്ടായിരിക്കും. ഞങ്ങൾക്ക് പറയാം, വീട്ടിലൊരു ജഗ് വെള്ളം നമ്മൾ പുറത്ത് ഡൈനിങ് ടേബിളിൽ ഒരു ജഗ് വെള്ളം കുറച്ച് ഗ്ലാസ് അവിടെ നിരത്തി വെച്ചാൽ ഒരു പ്രശ്നമില്ല, നമ്മൾ ഹോട്ടലൊക്കെ വെക്കുന്ന പോലെ. എങ്കിൽ നമുക്ക് ഒഴിച്ച് കുടിക്കുക, അല്ലെങ്കിൽ അവൾക്കൊരു ഒഴിച്ച് തരേണ്ട ടെൻഡൻസി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ സംശയത്തിൻ്റെ കണ്ണുകളോട് നമ്മൾ ഒരിക്കലും കാണരുത്. ഭാര്യമാരെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക, മൊബൈൽ ചെക്ക് ചെയ്യുക, ഒളിഞ്ഞിരുന്നു പോയ ഒരു ശബ്ദമില്ലാക്കാത്ത വരിക. പഴയ കാല ചരിത്രങ്ങൾ പണ്ഡിതന്മാരൊക്കെ വരുമ്പോൾ, പഴയകാല ആളുകളൊക്കെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, പണ്ട് തന്നെ ആകണമെന്നില്ല, അവരൊക്കെ കടന്നു വരുമ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു ചുമക്കും അങ്ങനെ ഒരു അനക്കം ഉണ്ടാക്കും. നമുക്ക് അറിയാം, നമ്മളെ വീട്ടുകളൊക്കെ പിതാവ് കടന്നു വരുമ്പോൾ പണ്ട് നമുക്കറിയാം പോലെ ഇട്ട ചെറിയ വീട്, ഇപ്പോൾ ഇന്ന് ചുമച്ചാൽ പോലും അറിയില്ല, പക്ഷേ എന്തെങ്കിലും ഒരു സിഗ്നൽ നൽകുന്നോ വിളിച്ച് പറയുന്നതോ ഒക്കെ ചെയ്യാം. ബെല്ലടിച്ച് കുറച്ച് നേരം പുറത്ത് നിൽക്കുന്നതോ, ബെല്ലടിച്ചിട്ട് കുറച്ച് നേരം പുറത്ത് കാത്തുക്കുക. ചിലപ്പോൾ എന്ത് തുറക്കാത്തത്, അവർക്കൊന്നും ഒരുങ്ങാണ്ട്, ചിലപ്പോൾ ഒന്ന് മുഖത്തേക്ക് തട്ടമൊക്കെ നേരെ ഇടാണ്ടോ, അല്ലെങ്കിൽ ഡ്രസ്സൊന്നും ഇതാക്കാനുണ്ടാവും. അതേപോലെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പുറത്തൊക്കെ പോയാൽ പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലരുത്. രാത്രി സമയങ്ങളിൽ അവൾക്കൊന്നും ഒരുങ്ങേണ്ട സമയം നിങ്ങൾ നൽകണം. ചില ആളുകൾ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്, ഇങ്ങനെ സംശയത്തിനുണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് രാത്രി പോയൊക്കെ എന്ത് സംഭവിക്കുന്നു. അതേപോലെ ഒളിച്ചു നിന്ന് പേടിപ്പിക്കുക, അങ്ങനെ സംഭവം നമ്മൾ കേൾക്കാറുണ്ടല്ലോ. പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് ചെന്നിട്ട് അതേപോലെ പിന്നെ സംഭവിക്കുന്നത് സംശയം, മൊബൈലൊക്കെ നോക്കുക, അവരെന്തോ വാട്സപ്പ് നോക്കിയ ഫേസ്ബുക്കിലെ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം, അത് ID കൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരസ്പരം വിശ്വസിക്കുക എന്നതാണ്.
അപ്പോൾ ചില സുഹൃത്ത് പറഞ്ഞത് അമ്മ അങ്ങനെ അങ്ങനെ നീ പറയുന്ന പോലെ അങ്ങനെ നടക്കും എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം, സന്തോഷവും, ഒരു ആസ്വാദനം, അതിൻ്റെ ഒരു രുചിയൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് ഇങ്ങനെ ഇൻസ്റ്റാളിൽ ആരും മെസ്സേജ് അയച്ചു ആരും നോക്കി ചിലപ്പോൾ അവർക്ക് സുഹൃത്തുക്കളുണ്ടാവും, കൂടെ പഠിച്ച ആളുകളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, അവരുടെ ബന്ധുക്കളുണ്ടാവും. ഒരുപാട് വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാണിത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അത് അവരുടെ ആഗ്രഹങ്ങളുണ്ടാവും, അവരുടെ സ്വപ്നങ്ങളുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ പിന്നെ കുറച്ച് സ്വതന്ത്രമാക്കണം. അവരെ അങ്ങനെ ഒരു ഇടുങ്ങിയ ജീവിതം നൽകരുത്. മതപരമായും തന്നെ ചില ആളുകൾ വിചാരിക്കും മതപരമായി പഠിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ വലിയ ഹാഫിലായ ആളുകൾ, വലിയ പഠിച്ച ആളുകൾ, ഹാഫിലാകാൻ സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ഇവിടെ വലിയ പഠിച്ച ആളുകൾ അവർ വിചാരിക്കുന്നത് അതുപോലെ തൻ്റെ ഭാര്യയാണ്, തൻ്റെ ഇങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം നടന്നത്, പിന്നെ ഇയാൾ ഭയങ്കര നിസ്കാരത്തലയും ഓത്തും ദിക്റും ദുആവും അങ്ങനെ ആയിട്ട് വിവാഹം ചെയ്തു. ഇവൾ രാത്രി ഉറങ്ങാനേ വിടുന്നില്ല. ഒരു ദിവസമായി 2 ദിവസമായി ഇത് ഉറങ്ങണ്ടേ, രാവിലെ ഇവൾക്ക് വീട്ടിൽ ജോലി ഉണ്ടല്ലോ. അവസാനം അത് ഡൈവോഴ്സിലേക്ക് കലാശിച്ച്. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്, പല പരാതികളും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനങ്ങ് ആ ലെവലിലില്ല, ആസ്വാദനത്തിൻ്റെ ലെവലിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് ശരിക്കും അത് നമ്മൾ പറയുകയാണെങ്കിൽ വട്ടെന്ന് പറയേണ്ടി വരും അതിന്. കാരണം അവൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവർ ഈ അടിസ്ഥാനത്തേക്ക് അവൾ വരണമെന്ന് ഞാൻ ഒരിക്കലും യോജിച്ചല്ല. ചില ആളുകൾക്ക് ചില സുന്നത്തുകൾ, ചില ആളുകൾക്ക് നോമ്പായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ദിക്റും ദുആവുമായി നാവിനെ ഇങ്ങനെ നനക്കുക, ദിക്റുകൾ കൊണ്ട് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ പല രീതിയിലുള്ള ഇഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ നിർബന്ധമായ കാര്യങ്ങളല്ല പറയുന്നത്, സുന്നത്തായ കാര്യങ്ങളൊക്കെ ഒരു അല്പം വിട്ടുവീഴ്ച. ഇപ്പോൾ വീട്ടിലൊക്കെ ഭർത്താവില്ല സമയത്ത് ഭാര്യ സുന്നത്ത് നോമ്പ് നോക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദമാണെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പോൾ പരസ്പരം എന്തെങ്കിലും ചുംബനങ്ങളോ സംസാരങ്ങളോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളോ ഉണ്ടാകുന്ന ചെറിയ തടസ്സമല്ല. ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോൾ ഭർത്താവോട് ചോദിക്കുക, അതിന് ഒരു സന്തോഷം, സമാധാനം നല്ല രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ സംശയത്തിൻ്റെ കണ്ണുകളോട് ഒരിക്കലും നോക്കാതിരിക്കുക. അതുപോലെ ചുയിന്നന്വേഷിക്കാതിരിക്കുക. ചുയിന്നന്വേഷിക്കുക, ആടെ പോയത്, എന്തിനു പോയത്, എങ്ങനെ പോയത്. ഈ അടുത്ത കാലത്ത് പ്രവാസ ലോകത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ, അപ്പം മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹം എപ്പോൾ ഫോൺ വിളിച്ചാൽ ആദ്യം ചോദിക്കലും എവിടെയില്ല, എന്തിനു പോയി, എങ്ങനെ പോയി. അങ്ങനെ ചുയിന്നന്വേഷിച്ച് ഒരു പ്രയാസപ്പെടുത്തരുത്. ഒരു അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറരുത്. അതുപോലെ അവർക്ക് വിട്ടുവീഴ്ച കാണിക്കുക, അവർ സ്നേഹം കാണിക്കുക, അനുകമ്പ കാണിക്കുക, അവരെ മനസ്സിലാക്കുക, ആയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ ആ ഇഷ്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് അവർക്ക് എന്താണ് ഇഷ്ടം, ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം, ഏത് വസ്ത്രങ്ങളാണ് ഇഷ്ടം, നമ്മൾ എങ്ങനെ ഒരുങ്ങിയാലാണ് ഇഷ്ടം. ഇതൊക്കെ നമ്മൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുക. ഇതൊക്കെ ഒന്നിനും ശ്രമിക്കാതെ ഞാൻ ചോദിച്ചു പുറത്തിരുന്ന് നമുക്കറിയാം, നമുക്ക് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഒരു ഗമ ഉണ്ടാവും ചില ആളുകൾക്ക്. വാങ്ങിച്ച ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ നല്ല തിരക്കിലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്തെങ്കിലും വീട്ടിൽ ജോലി ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം വീടുകളിൽ ചിലപ്പോൾ ഉസ്താദിന് ചോറുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടാകും. അപ്പോൾ നമ്മൾ അതേപോലെ ഇരുന്നിട്ട് അങ്ങനെയല്ല, അപ്പോൾ നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിട്ടായിരിക്കും ഉണ്ടാകുക. അതുപോലെ ചില പദങ്ങളെ ഇന്നലെ പറയാൻ പറ്റ മറ്റൊരു കാര്യം, ചില പദങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പറയുന്ന പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ ദുരർത്ഥത്തിലായിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അവിടെ അവർ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സഹായിക്കാനായിരിക്കും പറയുന്നത്. അപ്പോൾ ഉള്ളിയെല്ലാം പറഞ്ഞ് നമ്മൾ പോയിട്ടില്ല, ഉള്ളിയെ കുറിച്ച് നമ്മൾ ഒറ്റ വരുത്താദ്യം. അപ്പോൾ അപ്പായിരിക്കും അവർക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്. കാരണം ഒരുപാട് ജോലികളുടെ ഇടയിൽ ചിലപ്പോൾ വീട്ടിൽ വിരുന്നർ വരുന്നുണ്ടാവും, കുറച്ച് ആളുകൾ ഗസ്റ്റായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ജോലികൾക്കിടയിലായിരിക്കും നമ്മളിത് പറയുക അവർ. അപ്പോൾ അവർക്ക് ഏറ്റവും ദേഷ്യം അപ്പോഴാണ് വരിക. അപ്പോൾ ഞാൻ സഹായിച്ചല്ലേ, നല്ല ശരിക്കും സഹായിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ കിച്ചണിലൊക്കെ അവരെ കൂടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പരമാവധി നമ്മളും കൂടി കൊടുക്കുക. കാരണം അത് ഒരുപാട് ജോലിയാകുമ്പോൾ പ്രയാസങ്ങൾ വരുത്തരുത്. അതുപോലെ എല്ലാത്തും എളുപ്പമായി കൊടുക്കുക അവർക്ക്. അതുപോലെ കിച്ചണിലെ റാണി അവരാണ്, കിച്ചൺ കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ സാധനങ്ങൾ ചിലവാക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ മുളകുപൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി അങ്ങനെ കാര്യങ്ങളൊക്കെ കിച്ചണിലെ റാണിയായിട്ട് അവരെ വെക്കുക. അധിപൻ എന്നൊക്കെ നമ്മൾ പറയാറില്ല, കിച്ചണിലെ അധിപൻ അല്ലെങ്കിൽ അടുക്കളയിലെ അധികാരി എന്നൊക്കെ പറയില്ല അപ്പോൾ അങ്ങനെയുള്ള പദങ്ങൾ. അതൊക്കെ അവരെ മൊത്തം ഏൽപ്പിക്കുക. ചിലപ്പോൾ അതിൽ ബർക്കത്ത് നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അത്യാവശ്യം മുളക് ചിലവ്, വലിയ ചിലവ്, ഇത് നമ്മളെ വീട്ടിൽ ആരാ കഴിക്കുക, നമ്മളെ ഭാര്യയും നമ്മളെ മക്കളും, വേറെ ആരാ കഴിക്കുക, നമ്മളും. വേറെ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ അതും നല്ല പുണ്യമുള്ള കാര്യമാണ്. ഗസ്റ്റ് വന്നാൽ അവരെ സ്വീകരിക്കാനും അതുപോലെ നല്ല നല്ല വാക്കുകൾ പറയാനും. അതിലൂടെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഞാൻ കൃഷിയിടങ്ങളുമായി ബന്ധിപ്പിച്ച് നല്ല ഒരു ഉദാഹരണം പറഞ്ഞല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നല്ലൊരു അന്തരീക്ഷം നമ്മളുണ്ടാകുമ്പോൾ നമ്മൾ ജനിക്കുന്ന കുട്ടികൾക്കും നല്ല അന്തരീക്ഷവും നല്ല സ്വഭാവവും ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ പരസ്പരം മനസ്സിലാക്കുക, പറയാതെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ സാധിക്കണം. ദാമ്പത്യത്തിൽ വലിയ വിജയമാണത്. പറയാതെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ സ്ത്രീകൾ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം.
അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് പരസ്പരം അനുസരിക്കുക. ചില ആളുകൾ പറയും എൻ്റെ കുട്ടി അനുസരിക്കുന്നില്ല, എൻ്റെ കുട്ടി തീരെ കേൾക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല. പരസ്പരം ഭർത്താവ് ഭാര്യമാർ പരസ്പരം അനുസരിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഭർത്താവ് ഒരു കാര്യം പറയും, നീ അങ്ങനെ പോകരുത്, അല്ലെങ്കിൽ ഇന്ന് ചില ആളുകളെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുണ്ട്, അവരോട് അങ്ങനെ സംസാരിക്കരുതെന്ന് പറയും. അപ്പോൾ അത് കാര്യമാക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ ഇത് ഈ സ്ഥലത്ത് ഇങ്ങനെ പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഒരു കാര്യങ്ങളുണ്ടാവില്ല, അത് നിങ്ങൾ പറഞ്ഞ് അനുസരിക്കാത്ത, അല്ലെങ്കിൽ ഇത്ര ചിലവ് നീ ഒരു മാസം ഒരു 20,000 കൊടുത്ത് 20,000 ചിലവാക്കുക, അല്ലധികം ചിലവ് ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു ഒരു വട്ടം. അപ്പോൾ അത് തീരെ ഒരു കാര്യമാക്കാതെ ചിലപ്പോൾ ഇപ്പം സ്വാഭാവികമായി സംഭവിച്ചതാകാം, അതല്ല തീരെ ഒരു കാര്യമാക്കാതെ ഒരു വാക്കും കേൾക്കാത്ത ഒരു ഭാര്യയാണെങ്കിൽ ഈ മക്കളും അതാ കണ്ടു പഠിക്കുക. പിന്നെ നിരന്തരമായി കള്ളു പറയുന്ന ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ മക്കളും ഇതാണ് പഠിക്കുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാരൻറ്റിങ്ങിലത്. നമ്മളെന്താണോ ചെയ്യുന്നത് അത് അവർ പകർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു അച്ച് തന്നെയാണ് അവർ, അച്ചാന്നല്ലേ പറയാം, അച്ചാണ്. അപ്പോൾ ചില ആളുകൾ പറയാം, ഞാൻ ഉദാഹരണം പറയാണ്ട്, സാധാരണ ഈ പൈപ്പിൽ നിന്ന് വെള്ളം, ടാപ്പിൽ വെള്ളം മോശം വെള്ളം വരുമ്പോൾ നമ്മൾ പൈപ്പിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ടാങ്കിൻ്റെ പ്രശ്നമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെയാണിത്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവർ കളവ് പറയുന്നെങ്കിൽ, അവർ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാതാവിനും പിതാവിനും വലിയൊരു പങ്കുണ്ടെന്ന് യാതൊരു സംശയമില്ല. കാരണം ചെറുപ്പത്തിൽ അവർ കണ്ടും കേട്ടും മനസ്സിലാക്കിയും നോക്കിയും അനുഭവിച്ചൊക്കെ പഠിക്കുന്നത് ഈ മാതാവിനും പിതാവിനാണ്. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ മുമ്പോട്ട് പോയി നമുക്ക് സഹകരിക്കാൻ. വാഹദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.